അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നുണ്ടാവും ഇതെന്തുപ്പാന്ന്. ഇതില്ല മുമ്പൊരുക്ക ഞാൻ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായി. അപ്പോൾ ആടുന്നൂറ് നമുക്ക് കഴിക്കാൻ തരുന്നതിൻ്റെ ഓറ് മയോണീസിൻ്റെ ഒപ്പമല്ലോ വേറെ ഇത് ഒരു ഐറ്റംസ് തന്നിട്ടുണ്ടായി. അപ്പോൾ അതെനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിനിപ്പോൾ, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഓർമ്മയിട്ടില്ല ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ട് മേങ്ങിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായി. അങ്ങനെ ഇതിൻ്റെ റെസിപ്പി ഓരോട് ചോദിച്ചതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എന്താ പറയുന്ന ചിക്കൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെ. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ട്രൈ ആക്കാത്ത ആളുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്ക്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നിങ്ങൾ ഇത് കാണുമ്പോൾ വിചാരിക്കും ഇവളെന്തിപ്പോൾ മയോണൈസ് ഉണ്ടാക്കുന്ന ഐറ്റംസൊക്കെ എടുത്തിട്ട് കളിക്കുന്നേ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതെന്ന് വെച്ചെങ്കിൽ ഞാനില്ല എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഓരോട് ചോദിച്ചിട്ട് തന്നെ മേങ്ങിയ ഒരു റെസിപ്പിയാവും. അപ്പോൾ ഒരു മയോണൈസിൽ വേറൊരു തരത്തിലുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് നിന്ന് വന്നിട്ടുള്ളത്. പിന്നെയെന്ന് വെച്ചെങ്കിൽ അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ആവശ്യമായിട്ട് വേണ്ടത് ഓയിൽ. അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട്, പിന്നെ മുട്ട 2, പിന്നെ കുറച്ച് പുതിനയില, പിന്നെ ചെറുനാരങ്ങ നീരും ഉപ്പും കുരുമുളക് പൊടിയും. അപ്പോൾ ഇത്രയും സാധനം എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇത് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ മുട്ട പൊട്ടിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് സാധാ മയോണൈസ് ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെ മുട്ട പൊട്ടിച്ചിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരുന്നത്. സാധാരണ മറ്റിച്ചാൽ മയോണൈസ് ഉണ്ടാക്കുമ്പോൾ മുട്ടൻ്റെ ഒരു ചുവ വരുന്നില്ല. അപ്പോൾ അതൊന്നുമില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടില്ല. ഇതൊന്ന് ട്രൈ ആക്കിയിട്ട് എങ്ങനെ നിങ്ങൾ നോക്കണം, അത്ര ടേസ്റ്റ് ഉണ്ട്. എന്താ പറയുന്നറിയാമോ, ബ്രെഡിലേക്കെല്ലാം പരട്ടിയിട്ട് തിന്നാനൊക്കെ നല്ല നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഇത് ഞാൻ നല്ല പോലെ മുട്ടയിലെ അടിച്ചെടുത്തിട്ട് വന്നിന്. ഇനിയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് പുതിനയിലാന്ന്. അപ്പോൾ അത് എടുത്ത് ഇട്ടിട്ടുണ്ട്. അത് കുറച്ചല്ലെങ്കിൽ ഒരു 25 ചപ്പല അങ്ങനെ ഉണ്ടാവും, അത്ര ഇട്ടിട്ടുണ്ട്. പിന്നെ ഇല്ല ഒരു ചെറുനാരങ്ങൻ്റെ നീരില്ല, പകുതി ചെറുനാരങ്ങ നീരില്ല, അത് ഫുള്ളായിട്ട് ഇതിലേക്ക് പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടതെന്ന് വെച്ചെങ്കിൽ ഉപ്പ് പൊടി, പിന്നെ കുരുമുളക് പൊടി. അപ്പോൾ കുരുമുളക് പൊടി നമുക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം, ഉപ്പ് ടേസ്റ്റിനനുസരിച്ചിട്ട്. അപ്പോൾ അത്ര ഇട്ടിട്ടായിട്ട് ഞാൻ നല്ല പോലെ മിക്സിയിൽ വീണ്ടും അടിച്ചെടുത്തിട്ടിരുന്നത്, നല്ല പോലെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പുതിനയില അരിഞ്ഞിട്ടാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട, അത് വീണ്ടും അടിച്ചെടുക്കുമ്പോൾ നല്ല പോലെ അരിഞ്ഞിട്ട് വരും. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായ ഓയിൽ, അപ്പോൾ അത് കുറേശ്ശെ ആയിട്ട് ഞാൻ കൂട്ടിയിട്ട് സാധാരണ മയോണൈസ് ഉണ്ടാക്കുന്നില്ല അതുപോലെ നല്ല പോലെ കുറേശ്ശെ കൂട്ടിയിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്ന് വെച്ചെങ്കിൽ നല്ലൊരു തിക്ക് രൂപത്തിൽ വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇങ്ങനെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ ഈ ഒരു തിക്നെസ്സിൽ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു നല്ലൊരു ക്രീമി എന്നല്ലെങ്കിൽ നല്ലൊരു എന്ത് പറയുന്നത് ഇങ്ങനെ കട്ടിയായിട്ട് വീണ ആ ഒരു പോലെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഇത് കിട്ടേണ്ടത്. അപ്പോൾ ഒട്ടും വെള്ളമൊന്നും മിക്സിയിലൊന്നും ഉണ്ടായിക്കൂടാ ഇതുണ്ടാക്കുമ്പോൾ. നല്ല എന്താ പറയുന്നത് തുടച്ചിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടെടുക്കാൻ ശ്രദ്ധിക്കണോ. അപ്പോൾ നല്ല തിക്നെസ് കിട്ടും. അപ്പോൾ കുറേ ആൾക്കാർ ഈ മയോണൈസ് വെള്ളമാണ് അങ്ങനെയല്ല പറയുന്ന ഓറോടായിട്ട് പറയുന്നത്. എപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിൽ ഒഴിച്ചെങ്കും വെള്ളമൊന്നും ഇല്ലാത്ത ഉണ്ടാവണം തുടച്ചെടുത്തിട്ട്. അങ്ങനെ ഉണ്ടാക്കിയെങ്കിലേ നമ്മളെ മയോണൈസില്ല നല്ല തിക്കായിട്ട് കിട്ടുന്നുണ്ട് പെട്ടെന്ന് തന്നെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കണോ. അപ്പോൾ ഈ ഒരു രീതിക്കില്ല, നിങ്ങൾ ആരെങ്കിലും ട്രൈ ആക്കാത്ത ആളുണ്ടെങ്കിൽ ട്രൈ ആക്കി നോക്ക്. അത്ര ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറിൽ നല്ല ടേസ്റ്റ് തന്നെ. അപ്പോൾ ഇത് ബ്രെഡിലേക്ക്, കുബൂസിലേക്ക്, ചിക്കനിലേക്കെല്ലാം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ളൊരു എന്താ പറയുന്ന മിൻറ്റ് ലീഫിൻ്റെ ഒരു മയോണൈസ്. അപ്പോൾ ഈ വീഡിയോ നോക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അവർക്ക് ലൈക്ക് ചെയ്യണേ, ഷെയറും കമൻറ്റും ചെയ്യണോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.